കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 3-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈ വർഷവും സാധ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഓർത്ത് പറയുകയും അല്ല. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും വൈശാഖികവും ആയതത്രേ. ദീർഘയും ശാഠ്യവും ഉള്ളിടത്ത് അലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് വെമ്പലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിധിച്ച് നീതി എന്ന ഫലം കൂടിയും. കർത്താവിന്റെ മഹത്വം. നമുക്ക് വായിച്ച വേദഭാഗത്തേക്ക് കടന്നുപോയി അതിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നാം 1-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിഞ്ഞത് വിശ്വാസികൾക്ക് പരിശോധനയും പ്രലോഭനങ്ങളും കടന്നു വരും. അതിന് ക്രിയാത്മകമായിട്ട് അതിനോട് നേരിടണം, പരാജയപ്പെട്ടു പോകാതെ വിജയാളിയായിത്തീരണം. മാത്രമല്ല, പ്രലോഭനങ്ങൾ പരിശോധന നമ്മെ തളർത്തിക്കളവാനായിട്ടുള്ളതല്ല, നമ്മെ പണിയുവാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് വിശ്വാസികളുടെ ഇടയിൽ ഒരു കാരണവശാലും മുഖപക്ഷം ഉണ്ടാകുവാനായിട്ട് പാടില്ല, അതൊരു അപകടമാണ് എന്നവിടെ പറയുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗത്ത് നാം ചിന്തിക്കുകയുടെ ആയിത്തീർന്നത് വിശ്വാസികൾ അവിടെ നാവിനെ നിയന്ത്രിക്കേണ്ട വളരെ ആവശ്യമായിരിക്കുന്നു. നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് കുതിരയോടും കപ്പലിനോടുമാണ്. വലിയ ഉപകരണമാണ്, വലിയൊരു വാഹനമാണ് കപ്പൽ. അത് നിയന്ത്രിക്കുന്നത് ചെറിയൊരു ഉപകരണം കൊണ്ട് നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ വളരെ കരുത്തുറ്റായിരിക്കുന്ന ഒരു മൃഗമാണ് കുതിര എന്ന് പറയുന്നത്, അതിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നു. ആയതുപോലെ വിശ്വാസികളും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമായിരിക്കും നാവിനെ സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കണം. സൂക്ഷിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് കത്തിയെരിയുന്ന തീയ്ക്ക് സമാനമാണ്. ഒരു ചെറിയ സ്പാർക്ക് തീയായിത്തീർന്നു, ആളിക്കത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്ന് യാക്കോബ് പറയുകയാണ്. അങ്ങനെ 1 മുതൽ 12 ഭാഗത്ത് നാവിനെപ്പറ്റി പറഞ്ഞ ശേഷം 13 മുതൽ 18 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസികൾക്ക് ജ്ഞാനം വളരെ ആവശ്യമായിരിക്കുന്നു. ഇവിടെ പറയുന്നത് ജ്ഞാനത്തെപ്പറ്റിയാണ്. ഈ 13 മുതൽ 18 വരെയുള്ള ഭാഗത്ത് നാം കടന്നു വരുമ്പോൾ ജ്ഞാനത്തെ യാക്കോബ് 2ആയിട്ട് തിരിച്ചിരിക്കുക. അതിൽ 13 മുതൽ 16 ഉള്ള ഭാഗത്ത് ട്രൂ വിസ്റ്റം, യഥാർത്ഥമായിട്ടുള്ള വിസ്റ്റത്തെ പറ്റിയും 13 മുതൽ 16 ഉള്ള ഭാഗത്ത് ഫോൾസ് വിസ്റ്റം, ഒരു ജഡീയമായിട്ടുള്ള ജ്ഞാനത്തെ പറ്റിയും 17-ാം വാക്യത്തിൽ ട്രൂ വിസ്റ്റം, യഥാർത്ഥ ജ്ഞാനത്തെ പറ്റിയും പറയുക. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ജഡീയനായിരിക്കുന്ന ഒരുവൻ്റെ ജ്ഞാനവും ആത്മീയനായിരിക്കുന്ന ഒരുവൻ്റെ ജ്ഞാനവും ഇത് തമ്മിൽ താരതമ്യം ചെയ്ത് യാക്കോബ് ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ജ്ഞാനത്തെപ്പറ്റി പറയുമ്പോൾ ഒരാൾ എത്രമാത്രം ജ്ഞാനം ഉള്ളവനാണ് എന്നതല്ല പ്രസക്തി, മറിച്ച് അവൻ്റെ ജ്ഞാനം അവൻ ഏത് നിലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തി. ഒരാൾക്ക് എത്രമാത്രം അറിവുണ്ട് എന്നതല്ല, മറിച്ച് അവൻ്റെ പ്രായോഗികമായ ജീവിത നിലവാരം എങ്ങനെ ഇരിക്കുന്നു എന്നാണ് യാക്കോബ് താരതമ്യം ചെയ്യുന്നത്. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവവും ജ്ഞാനവും വിവേകവും നൽകിയിട്ടുണ്ട്. അതില്ലാത്ത മനുഷ്യരാരും തന്നെ ഇല്ല, എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഇതേത് നിലയിലാണ് നാം ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മെ വിലയിരുത്തുന്നത്.
പിന്നെ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നത്, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? ഒരു ചോദ്യം ചോദിക്കുക, ആരാണ് നിങ്ങളിൽ ജ്ഞാനമുള്ളയാളും വിവേകമുള്ള ആളും? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ആ വാക്യം വളരെ ക്ലിയറാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദം വൈസ്, ആരാണ്? ബുദ്ധിമാൻ എന്നാണ്. ഈ വാക്ക് കടന്നു വന്നിരിക്കുന്ന സോഫോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വൈസ്, ബുദ്ധിമാൻ എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ആ വാക്കിൽ നിന്നാണ് സോഫിയ എന്ന പദവും വന്നിരിക്കുന്നത്. ഇവിടെ ആരെങ്കിലും സഹോദരിമാർക്ക് സോഫിയ ഉണ്ടോ? മോളെ, നിന്റെ വാക്ക് വന്നിരിക്കുന്നത് സോഫോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന്. അതിൻ്റെ അർത്ഥം ജ്ഞാനി എന്നാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങളിൽ ആരാണ് ജ്ഞാനി? ഈ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത ധാർമ്മികമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച, വൈദഗ്ധ്യം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ പദമാണ് ബൈബിൾ കാലഘട്ടങ്ങളിൽ ഉപദേഷ്ടാക്കന്മാർക്കും റബിമാർക്കും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന പദം. അവർ ജ്ഞാനികളാണ്, അവർ ഉപദേഷ്ടാക്കന്മാരാണ്, അവർ പണ്ഡിതന്മാരാണ്. ആ പദമാണ് അവർക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് വിവേകം എന്നാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് വിവേകം. അത് ബൗദ്ധ്യമായിട്ടുള്ള ജ്ഞാനമാണ്. അത് സൂക്ഷ്മ നിശ്ചിതമായിട്ടുള്ള ഒരു ജ്ഞാനമാണ്, ശാസ്ത്രീയമായിട്ടുള്ള ജ്ഞാനമാണ്. ഒന്നാമത്തെ ജ്ഞാനം പ്രായോഗികമായിട്ടുള്ള ജ്ഞാനവും, രണ്ടാമത്തത് ബൗദ്ധ്യമായിട്ടുള്ള അത് പഠിച്ചു എടുത്തായിരിക്കുന്ന ജ്ഞാനം. ഇത് യാക്കോബ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് രണ്ടുമുണ്ട്, രണ്ട് ജ്ഞാനമുണ്ട്. പ്രായോഗികമായിട്ടുള്ള ജ്ഞാനവുമുണ്ട്, താത്വികമായിട്ടുള്ള ജ്ഞാനവുമുണ്ട്. ഇത് രണ്ട് മനുഷ്യരിലുണ്ട്. ചോദ്യം രണ്ട് നിലകളിലാണ് പോകുന്നത്. ഒന്ന്, നിങ്ങളിൽ ആരാണ് പ്രായോഗിക ജ്ഞാനമുള്ളവൻ? പ്രാക്ടിക്കൽ ജ്ഞാനമുള്ളത് ആരാണ്? രണ്ട്, നിങ്ങളിൽ ആരാണ് ശാസ്ത്രീയമായിട്ടുള്ള ജ്ഞാനമുള്ളവൻ? അതായത് തിയററ്റിക്കൽ നോളജ്. ഈ രണ്ട് ഗ്രൂപ്പ് നമുക്ക് കാണാറുണ്ട്. ചില ആൾക്കാർക്ക് പ്രായോഗികമായിട്ടുള്ള ജ്ഞാനം ഭയങ്കരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഉള്ള ബഹുഭൂരിപക്ഷം വരുന്ന കാർപ്പൻറ്റേഴ്സ്, കളിപ്പണിക്കാർക്കൊക്കെ ഡിഗ്രി സമ്പാദിച്ചതൊന്നുമല്ല. അതിലവർ ഡിഗ്രി എടുത്തിട്ടില്ല. പക്ഷെങ്കിൽ അവരുടെ ആ നൈപുണ്യം, അവരുടെ കല, അതിനെ ആണ് നമ്മൾ സ്കിൽഡ് ലേബേഴ്സ് വിളിക്കുന്നത്. അവർ പ്രായോഗികമായി പഠിച്ചെടുത്തായിരിക്കുന്ന ജ്ഞാനമാണ്. എന്നാൽ ഈ കാലത്ത് വന്നപ്പോൾ കാർപ്പൻട്രി എന്ന് പറയുന്ന കോഴ്സുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഈ കോഴ്സൊന്നും ഇല്ല. ഇപ്പോൾ ഒരു കോഴ്സായി മാറിയിരിക്കുകയാണ്. അത് പ്രായോഗികമായിട്ടുള്ള നോളജാണ്. അപ്പോൾ തന്നെ സ്കൂൾ കോളേജുകളിലൊക്കെ പോയി സമ്പാദിച്ച ഡിഗ്രി ഉണ്ട്, അതിന് തിയറിറ്റിക്കൽ നോളജ് എന്ന് പറയാം. ഇത് രണ്ടിനെയുമാണ് യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ ജ്ഞാനി ആരാണ്, നിങ്ങളിൽ വിവേകി ആരാണ്? രണ്ടുപേരും അത് തെളിയിക്കണം എന്ന് പറയുക. ഇത് ഏതുമായാലും ചില സന്ദർഭങ്ങളിൽ പ്രായോഗികമായ ജ്ഞാനം ഉള്ളവൻ്റെ മുമ്പിൽ ശാസ്ത്രീയമായ ജ്ഞാനം ഒന്നുമല്ല. ചിലർക്ക് സ്കിൽഡ് ലേബേഴ്സിൻ്റെ മുമ്പിൽ പ്രാക്ടിക്കൽ നോളജ്, തിയറിറ്റിക്കൽ നോളജ് ഒന്നുമല്ല. കാരണം എക്സ്പീരിയൻസ്, അവിടെ സ്കില്ലാണ്, അതിനകത്ത് നൈപുണ്യമുള്ളവരാണ്. എന്നാൽ ഈ സ്കിൽഡ് ലേബേഴ്സിനെ സ്കൂളിലോ കോളേജിലോ വിട്ടു പോയാൽ പഠിക്കത്തില്ല, അവർക്ക് മാറി കിട്ടത്തില്ല. എന്നാൽ അവർ കൈകൊണ്ട് അത് ഉണ്ടാക്കി മെനഞ്ഞെടുക്കും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സകല ഉപകരണങ്ങളും അങ്ങനെയുള്ളതാണ്. ഇവിടെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം എന്താ ചിന്തിച്ചത്? 1-ാം വാക്യത്തിൽ നാം ചിന്തിച്ചത് ഉപദേഷ്ടാക്കന്മാരെ പറ്റി യാക്കോബ് പറയുകയാണ്. നിങ്ങൾ ടീച്ചേഴ്സ്, നിങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരെ പറ്റി പറയുകയാണ്. അവരെപ്പറ്റി പറയുന്നു, നാം എല്ലാവരും പലതിലും എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകും. നാം എല്ലാവരും, അതായത് ഉപദേഷ്ടാക്കന്മാരും വിശ്വാസികളും യാക്കോബ് ഉൾപ്പെടെ ചേർത്തോട് പറയുകയാണ്, നാം എല്ലാവരും പലതിലും
തെറ്റിപ്പോകും. ഉപദേഷ്ടാക്കളും തെറ്റുന്നുണ്ട്, വിശ്വാസികളും തെറ്റുന്നുണ്ട്, എല്ലാവരും തെറ്റിപ്പോകുന്നു. എവിടെയാണ് തെറ്റിപ്പോകുന്നത്? എവിടെയാണ് തെറ്റിപ്പോകുന്നത്? നാം പലതിലും തെറ്റുന്നു. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ 3-ാം അധ്യായത്തെ 1 മുതൽ 12 വാക്യത്തെ വിഷയം എന്താണ്? നാവിനെ പറ്റിയല്ലേ പറയുന്നത്. അപ്പോൾ നാം എല്ലാവരും പലതിലും തെറ്റുന്നു. വിശ്വാസിയും ഉപദേഷ്ടാവും എല്ലാം തെറ്റുന്നു. എങ്ങനെ തെറ്റുന്നു? നാവിൽ തെറ്റുന്നു. നമ്മൾ പറയേണ്ട സംസാരത്തിൽ തെറ്റിപ്പോകുന്നു, നമ്മുടെ വാക്കുകളിൽ നാം തെറ്റിപ്പോകുന്നു. അതായത് പറയേണ്ടാത്ത കാര്യങ്ങൾ നാം പറയുന്നു, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. സ്ലിപ്പ് ഓഫ് ടങ്സ് ഉണ്ട്, അപ്പോൾ തന്നെ ട്രിപ്പ് ഓഫ് ടങ്സ് ഉണ്ട്. സ്ലിപ്പ് ഓഫ് ടങ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ച കാര്യം എങ്ങനെയോ സ്ലിപ്പായിപ്പോയി, അബദ്ധം പറ്റിപ്പോയി. അത് മിസ്റ്റേക്കല്ല, അതൊരു ചെറിയ മിസ്റ്റേക്കാണ്, പക്ഷെ അത് പാപമല്ല. എന്നാൽ യാക്കോബ് പറയുന്നത് തെറ്റിപ്പോകുമെന്ന് പറയുന്നത് ട്രിപ്പായി പോവുകയാണ്. പറയേണ്ടാത്ത കാര്യങ്ങൾ അസ്ഥാനത്ത് പറഞ്ഞു, അതെന്ത് ചെയ്യുന്നു? പാപമായിട്ട് തീരുന്നു. ഒന്ന് മിസ്റ്റേക്കാണ്, മറ്റൊന്ന് സിന്നാണ്. അതിനെപ്പറ്റി പറയാം. നാം എല്ലാവരും തെറ്റിപ്പോകും. അതാണ് 1 മുതൽ പറഞ്ഞിരുന്ന വിഷയം 12 വരെ. എന്നാൽ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ യാക്കോബ് പറയുന്നത് ഇങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാരും വിശ്വാസികളും എങ്ങനെ ജീവിക്കണമെന്ന് പറയുക. 1 മുതൽ 12 വരെ ഹൗ ടു ടോക്ക്, എങ്ങനെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഇനിയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ഹൗ ടു ലീവ്, എങ്ങനെയാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് പറയുക. ഇവിടെ പറയുന്നത് ജ്ഞാനികളും വിവേകികളുമായ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം വെളിപ്പെടുത്തുകയും, നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമുണ്ട്. നിങ്ങൾ ജ്ഞാനികളെന്നും വിവേകികളെന്നും പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. ഒരു സത്യവിശ്വാസിയുടെ ജ്ഞാനവും വിവേകവും അവരുടെ പ്രവൃത്തികളിലാണ് വെളിപ്പെട്ട് വരേണ്ടത്. ഇത് രണ്ടും വിശ്വാസം പോലെയാണ്. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വരച്ച് കാട്ടാനായിട്ട് പറ്റുകയില്ല, അത് പ്രവൃത്തികളിൽ കൂടിയാണ് നമുക്കത് പ്രകടമാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഉള്ളതാണ് അകമേയുള്ള ഗുണമാണ് ജ്ഞാനവും വിവേകവും എന്ന് പറയുന്നത്. അതുപോലെ അത് പ്രകടിപ്പിക്കേണ്ടവരുടെ ആവശ്യമായിരിക്കുന്നു. അത് പ്രകടിപ്പിക്കണം, അത് സഭയിൽ വെളിപ്പെട്ട് വരട്ടെ. യാക്കോബ് സഭയോട് പറയുന്നത് നിങ്ങളിൽ ആരാണ് ജ്ഞാനി, നിങ്ങളിൽ ആരാണ് വിവേകി എന്ന് വിലയിരുത്തുവിൻ. നിങ്ങളെ തന്നെ വിലയിരുത്തുവിൻ. അവരെ അവരുടെ പ്രവൃത്തികളിൽ നിന്നും തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ, അഥവാ ഞാനൊരു ദൈവഭക്തനാണ്, ദൈവഭക്തയാണ് എന്നുള്ളത് നമ്മുടെ ജ്ഞാനം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അത് പ്രകടമാക്കേണ്ടത് ആവശ്യമായിരിക്കണം. ഇവിടെ പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അടയാളം എന്ന് പറയുന്നത് സൗമ്യതയാണ് എന്ന് യാക്കോബ് പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ തെളിവ്? ഞാനൊരു ബുദ്ധിയുള്ള പരിജ്ഞാനമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രകടമാകുന്നത്? എൻ്റെ ജീവിത അനുഭവത്തിൽ കൂടി. യാക്കോബ് പറയുന്നത് സൗമ്യതയിൽ കൂടിയാണത് വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമാനായിരിക്കുന്ന ദൈവീയ ജ്ഞാനം പ്രാപിച്ച വ്യക്തി അവൻ്റെ ആ ആത്മീയ നിലവാരം പ്രകടിപ്പിക്കേണ്ടത് അവൻ സൗമ്യത പാലിക്കുക എന്നുള്ളതാണ്. സൗമ്യത അല്ലെങ്കിൽ താഴ്മ, വിനയം, ഇതൊക്കെ പ്രകടമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആയിരിക്കുന്ന ജ്ഞാനം, ദൈവം കൊടുത്തിരിക്കുന്ന ആ കൃപകൾ അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നു. ഇവിടെ സൗമ്യതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് പ്രാവൂസ് എന്ന് പറയുന്നൊരു വാക്കാണ്. പ്രാവൂസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനായ മനുഷ്യൻ, ശാന്തതയുള്ളവൻ, സമാധാനപ്രിയൻ, സൗമ്യതയുള്ളവൻ, വിനയമുള്ളവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. എൻ്റെ അമ്മയുടെ വല്യപ്പച്ചൻ, ഞങ്ങളാരും കണ്ടിട്ടൊന്നുമില്ല, വല്യപ്പച്ചന് അവരെല്ലാം കുട്ടനാട്ടുകാരായിരുന്നു. ആ വല്യപ്പച്ചൻ്റെ ജോലി എന്ന് പറയുന്നത് നിലത്തെഴുത്ത് ആശാനായിരുന്നു. കുട്ടികളെ പണ്ട് കാലത്ത് നിലത്തെഴുത്ത് പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ പറ്റി അറിയപ്പെട്ടിരുന്നത് ശാന്തതയുള്ള, സൗമ്യതയുള്ള ഒരു വ്യക്തി എന്നാണ്. അദ്ദേഹത്തെ കുട്ടനാട്ടുള്ളവരെല്ലാം വിളിച്ചിരുന്നത് പ്രാവൂസാറെന്ന്. പ്രാവൂസാർ, ഈ വാക്കിൽ ഒന്നാണ് പ്രാവൂസാർ. വളരെ ശാന്തതയുള്ള, സൗമ്യതയുള്ള വ്യക്തി എന്നാണ്.
എല്ലാവരും വിളിച്ചിരുന്നത് പ്രാവുസർ എന്നാണ്. ഈ ഒരു വാക്കാണ് യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്നത്, ശാന്തത. അപ്പം നിങ്ങളിൽ ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്. അതെങ്ങനെയാണ് ആകുന്നത്? നമ്മുടെ സ്വഭാവ രീതികളിൽ കൂടി, പെരുമാറ്റങ്ങളിൽ കൂടിയാണ് ആ ദൈവീയമായിട്ടുള്ള വരദാനം പ്രകടമാക്കേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഈ പ്രാവൂസിന് ബൈബിളിന് പുറത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഇത് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് പ്രാവൂസ്. ശാന്തത, സൗമ്യത, വിനയം, താഴ്മ ഒക്കെ പറയുന്നു. എന്നാൽ ബൈബിളിന് പുറത്തുള്ള ലിറ്ററേച്ചറിൽ ഈ പ്രാവൂസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നാണ്. ഒരു അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ഇരുത്തുക എന്നാണ് ആ വാക്കിൻ്റെ സെക്കുലർ നോൺ ബിബ്ലിക്കൽ ലിറ്ററേച്ചർ ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ശാന്തത പാലിക്കുക, സൗമ്യത പാലിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തി വളർത്തിയെടുക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഒരു വ്യക്തിയെ അടിച്ചൊതുക്കി മെരുക്കിയെടുത്ത് ശാന്തപ്രിയനാക്കി തീർക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരിക്കലൊരു മുതലാളിക്ക് ഒരു കാട്ടുകഴുതയുണ്ടായിരുന്നു. ആ കാട്ടുകഴുത പെട്ടെന്ന് കാറ് പൊട്ടിച്ച് ഓടി. അതിനെ പിടിച്ച് കെട്ടിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ വായിൽ ഒരു കടിഞ്ഞാണിട്ടു, ഒരു ബിറ്റ് അല്ലെങ്കിൽ ബ്രൈഡിലിട്ടു. അതിനുശേഷം ഇതിട്ട് കഴിഞ്ഞ ശേഷം പിന്നെന്ത് ചെയ്യുന്നു? ഈ കുതിര ശാന്തനായിട്ടിരുന്നു. കാല് പൊട്ടിക്കാൻ പറ്റത്തില്ല, ഓടിപ്പോകാൻ പറ്റത്തില്ല, അടങ്ങി ഒതുങ്ങി മര്യാദക്കാരനായിത്തീർന്നു. എന്നതുപോലെ നമ്മെയും തമ്പുരാൻ പിടിച്ച് ഒതുക്കി മെരുക്കി എടുത്ത് സൗമ്യതയുള്ളവരാക്കി തീർത്തിരിക്കുന്നു. നാം ആരും ഒതുങ്ങുന്നവരായിരുന്നില്ല, നമ്മുടെ നാവൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എത്ര ശാന്തതയാണ് നമുക്കുള്ളത്, എത്ര സന്തോഷമാണ്, എത്ര സമാധാനമാണ് നമുക്കുള്ളത്. നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മുടെ വിശ്വാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ എത്ര സ്ട്രോങ് ആയിരിക്കുന്നു. മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിക്ക്, എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു. അതെങ്ങനെയാണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ദൈവവചനത്തിൻ്റെ ആ സ്വാധീനതയും നമുക്ക് ഉണ്ടായപ്പോൾ നമ്മളെ അറിയാതെ മാറ്റങ്ങളുണ്ടായി. ആരും പറഞ്ഞുതരാതെ തന്നെ ഇന്ന കാര്യങ്ങൾ ശരിയല്ല, അതെനിക്ക് യോജിച്ചതല്ല, ഒരു ഭക്തന് യോജിച്ചതല്ല, നാം തന്നെ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ കൂടി കടന്നുപോയി ദൈവം നമ്മെ ഒരുക്കി മെരുക്കിയെടുത്ത് ശാന്തപ്രിയരാക്കി തീർത്തിരിക്കുകയാണ്. ഇവിടെ യാക്കോബ് പറയുന്നത്, നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, പക്ഷേ അത് സൗമ്യതയിൽ കൂടി വെളിപ്പെട്ട് വരട്ടെ എന്ന് പറയുക. അപ്പോൾ ഒരു ആത്മീയൻ്റെ ലക്ഷണം, ഒരു ദൈവഭക്തൻ്റെ പ്രത്യക്ഷമായ ലക്ഷണം എന്താണ് യാക്കോബ് പറയുന്നത്? സൗമ്യം. ചില സന്ദർഭങ്ങളിൽ നാം ശാന്തത പാലിക്കണം, സമാധാനം പാലിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ സംസാരത്തിലാണ് അത് വെളിപ്പെടുക. അത് പറഞ്ഞു വരുന്ന വിഷയത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് പറയുന്നത്. 1 മുതൽ 12 വരെ നാവിനെ പറ്റി പറഞ്ഞു വന്നിട്ട്, നിങ്ങളൊരു നല്ല വിശ്വാസിയാണ്, ദൈവിക ജ്ഞാനം പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച വിശ്വാസിയാണ് എന്ന് പ്രകടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാവിനെ നിയന്ത്രിച്ചിട്ട് സൗമ്യത പാലിക്കേണ്ട ഇടങ്ങളിൽ സൗമ്യത പാലിക്കും. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമുക്കെല്ലാവർക്കും സൗമ്യത ആവശ്യമാണ്, സകല വിശ്വാസികൾക്ക് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുണ്ടായി മത്തായി 5:5, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. മത്തായി 12:29 വായിക്കുന്നുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. അപ്പോൾ സൗമ്യത പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമാണ് അവൻ സൗമ്യതയുള്ളവൻ. അവൻ തന്നെ പറയുകയാണ്, ഞാൻ സൗമ്യതയുള്ളവൻ. എന്നാൽ ചില സമയങ്ങളിൽ കർത്താവ് ഗൗരവക്കാരനായിരുന്നു. എവിടെയാ? ദേവാലയം ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ അവൻ നോക്കിയപ്പോൾ ദേവാലയത്തിനകത്ത് വാണിഭക്കാരുണ്ട്, പ്രാവിനെ വിൽക്കുന്നവരും കൊള്ളുന്നവരുമുണ്ട്. അത് നോക്കിയപ്പോൾ കർത്താവ് ചാട്ടുവാറെടുത്തിട്ട് അവരെ പുറത്താക്കിയിട്ട് പറയുകയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ അതിനോ എന്താക്കി തീർത്തിരിക്കുന്നു?
കള്ളന്മാരുടെ ഗുഹയാക്കി തിരിക്കും. അപ്പോൾ ഒരിടത്ത് അവൻ്റെ സ്വഭാവം സൗമ്യതയാണ്, ശാന്തതയാണ്, വേറൊരു ഭാഗത്ത് ഗൗരവമുള്ളവനാണ്. ഇപ്പോൾ ശാന്തത എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം, അല്ലെങ്കിൽ സൗമ്യത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരോടും മിണ്ടാതെ, ആദ്യം സംസാരിക്കാതെ, ചിരിക്കാതെ, തമാശ ഒന്നും പറയാതെ, കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നതാണോ? അതാണോ ശാന്തത? അതാണോ സൗമ്യത? ചില ആൾക്കാർ കൈ കൊടുക്കുമ്പോൾ അവരിങ്ങോട്ട് കൈ തരത്തില്ല, നമ്മൾ ഇത്രേ വെക്കത്തുള്ളൂ. സൗമ്യതയുടെ ലക്ഷണമാണെന്ന്. അതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല. പൗലോസ് തിമോത്തിയോസ് പറയുന്നുണ്ട്, നീ തർജ്ജനം ചെയ്യണം, അല്ലേ? പറയുന്നുണ്ട്, ശാസിക്കുകയും വേണം, തർജ്ജനയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യൻ. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതെല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ, എന്നാൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാം. ദേഷ്യപ്പെടേണ്ടയിടത്ത് ദേഷ്യപ്പെട്ടേ പറ്റുകയുള്ളൂ. അപ്പോൾ തന്നെ വാരം പഠിപ്പിക്കുന്നുണ്ട്, കോപിച്ചാൽ എന്ത് ചെയ്യണം? പാപം ചെയ്യണം. സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നാം കോപിക്കുന്നത് വിചാരിക്കട്ടെ, ശരിയായ കാര്യത്തിന് വേണ്ടിയാണ് കോപിക്കുന്നതെങ്കിൽ, ന്യായമായിട്ടുള്ളതിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, ബൈബിളിന് യോജിക്കുന്ന നിരത്തിലാണ് കോപിക്കുന്നതെങ്കിൽ അതിനോർത്ത് പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല, കുറ്റബോധം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അനാവശ്യമായിട്ടാണ് കോപിക്കുന്നതെങ്കിൽ നാം ദൈവത്തോട് അത് കണക്ക് തീർത്തേ മതിയാകും. കർത്താവായ യേശു ക്രിസ്തുവിന് ഈ കച്ചവടക്കാരെ എല്ലാം പുറത്താക്കിയതിൽ പിന്നത്തെ പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. അത് ന്യായമായിട്ടുള്ള കാര്യമായിരുന്നു, റൈറ്റായിരുന്നു. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ട വിഷയം, നിങ്ങളിൽ ജ്ഞാനി ആയിരിക്കുന്നവൻ ആ ജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവായിരിക്കുന്ന സൗമ്യത പാലിക്കണം. വിനയത്തോടുകൂടിയുള്ള ആയിരിക്കുന്ന പെരുമാറ്റം, ശാന്തതയോടുള്ള ഒരു സംയമനം, ഇതൊക്കെ നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് പറയാം. അപ്പം അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ ഒരു ദിവ്യ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക, ഒരു ദൈവീയമായിട്ടുള്ള അധികാരത്തിൻ്റെ കീഴിൽ നമ്മളെ കൊണ്ടുവരിക, ദൈവം നമ്മെ നിയന്ത്രിക്കുവാനായിട്ട് അനുവദിച്ചു കൊടുക്കുക, നമ്മുടെ കൺട്രോൾ അവൻ ഏറ്റെടുക്കാൻ അനുവദിച്ചു കൊടുക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് നാം കീഴ്പ്പെട്ടിരിക്കുക. എനിക്ക് ജ്ഞാനമുണ്ട്, പാണ്ഡിത്യമുണ്ട്, അറിവുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാം എനിക്കറിയാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയാൽ യാക്കോബ് പറഞ്ഞു വരുന്നത്, നീ നിൻ്റെ നാവിനെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നിൻ്റെ അറിവ് എന്ത് ചെയ്യുന്നു? നാവിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. അനാവശ്യ ഘട്ടങ്ങളിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ വരുന്നു, അത് മറ്റുള്ളവർക്ക് പ്രയാസമായി തീരുന്നു, മാത്രമല്ല ദൈവം ഭാഗ്യ പാപമായിട്ട് നിൽക്കുക. അപ്പോൾ അത് ദൈവത്തിൻ്റെ അധികാര പരിധിയിൽ കീഴ്പ്പെട്ട് വരുമ്പോൾ നമുക്കങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ധാരിക്കുന്ന ചിന്താഗതിക്കനുസരിച്ച്, നമ്മുടെ ഫിലോസഫിക്കനുസരിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ നാവിനെ മിസ്യൂസ് ചെയ്യും. അത് മറ്റുള്ളവർക്ക് വേദനയുണ്ടായിത്തീരുന്നു, കുടുംബ ബന്ധങ്ങൾ തകർച്ചയായിത്തീരുന്നു, ചിന്താഗതികളെ മാറ്റിമറിക്കുന്നു, കെട്ടുറപ്പിനെ ബാധിക്കുന്നു, സഭയുടെ അന്തരീക്ഷം മാറിപ്പോകുന്നു, മൊത്തത്തിൽ ഒരു പിണക്കവും വിദ്വേഷവും പകയും കയ്പും ഉള്ളായിരിക്കുന്ന അന്തരീക്ഷമായി മാറുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ യാക്കോബ് പറയുന്നത്, നിങ്ങളുടെ നാവിനെ നിയന്ത്രിച്ച് വന്നിട്ട് ഞാനൊരു സത്യവിശ്വാസിയാണ് എന്നുള്ള വസ്തുത സൗമ്യമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളിൽ കൂടി അത് വെളിപ്പെട്ട് വരട്ടെ എന്നാണ്. അപ്പോൾ തന്നെ നമ്മൾ ഗൗരവത്തോടുകൂടി എല്ലാം കാണേണ്ടതും വളരെ ആവശ്യമായിരിക്കുന്നു എന്ന് പറയുക. അതിലൂടെ എല്ലാ ഉപദേഷ്ടാക്കന്മാർക്കും, എല്ലാ ഇടയന്മാർക്കും, എല്ലാ വിശ്വാസികൾക്കും ആവശ്യമായിരിക്കുന്നത് എന്താണ്? സൗമ്യത. ആരെയും ദൈവം ഒഴിവാക്കുന്നില്ല. സകല വിശ്വാസികൾക്ക്, സകല ഭക്തന്മാർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്ന ഒരു ഗുണമാണ് സൗമ്യത എന്ന് പറയുന്നത്. ആ ഒരു നിലവാരത്തിലേക്ക് നാം വരുന്നെങ്കിൽ മാത്രമേ നാളെ നമുക്കൊരു ഉയർച്ച ഉണ്ടാകൂ.
പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 5:6 പറയുന്നുണ്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കും. ഹംബിൾ യുവർ സെൽഫ്, അതായത് ദൈവസന്നിധി താണു വരുവിൻ, എങ്കിൽ മാത്രമേ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ദൈവം മുമ്പാകെ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ മറു സൈഡ് എന്ന് പറയുന്നത് അവൻ്റെ സമയമാകുമ്പോൾ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ദൈവദാസന്മാരും ഒക്കെ കർക്കശമുള്ളവരായിരിക്കണം. തിമോഥെയോസ് പറയുന്ന പോലെ നീ ഉപദേശിക്കണം, നീ തർജ്ജനം ചെയ്യണം. അപ്പോൾ ശാന്തപ്രിയനായിരിക്കുകയും വേണം. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഒരു ചിന്തകൻ പറഞ്ഞത്, പ്രസംഗകരും ഇടയന്മാരും ഒക്കെ ഉപദേശിമാരൊക്കെ സ്റ്റേജിൽ കടന്നു വരുമ്പോൾ, സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ അവർ അലറുന്ന സിംഹം പോലെ ആയിരിക്കണം, ഗൗരവമുള്ളവരായിരിക്കണം, കർക്കശമുള്ളവരായിരിക്കണം, അലറുന്ന സിംഹം പോലെ ആയിരിക്കണം. സ്റ്റേജ് വിട്ട് താഴെ ഇറങ്ങുമ്പോൾ ആട്ടിൻകുട്ടികളെ പോലെ ആയിരിക്കണം. മനസ്സിലായല്ലോ? ദൈവവചനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ അവരാരായിരിക്കണം? അലറുന്ന സിംഹം പോലെ ആയിരിക്കണം. യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ കർക്കശമുള്ളതായിത്തീരണം. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ് വിളമ്പിക്കൊടുക്കുന്നത്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയണം, തിരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത തലമുറയെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ തന്നെ നാം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വരുമ്പോഴേക്കും, തമ്മിൽ കാണുമ്പോഴേക്കും ഒരു ആട്ടുംകൂട്ടി എങ്ങനെയായിരിക്കുന്നോ അതേ സൗമ്യതയോടുകൂടി ശാന്തതയോടുകൂടിയുള്ള ആയിരിക്കുന്ന പെരുമാറ്റം, ഇത് ചേർന്ന് കൊണ്ടായിരിക്കുന്ന അനുഭവമാണ് എന്നാണ് പറയുന്നത്. 14 മുതൽ 16 വാക്കിൽ കടന്നു വരുമ്പോൾ നമുക്ക് പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷിക്ക് പറയുകയും അരുത്. എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷിക്ക് പറയുകയും അരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സകല മനുഷ്യവർഗത്തിനും ഒരുപോലെ ദൈവവും ജ്ഞാനവും വിവേകം കൊടുത്തിട്ടുണ്ട്. എന്നാൽ 14 മുതൽ 16 ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെയുള്ള ഈ പറയുന്ന ആൾക്കാർ അവർക്കുള്ള ജ്ഞാനം ഏത് രീതിയിലാണ് അവർ പ്രതിഫലിപ്പിക്കുന്നത്, പ്രകടമാക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം അവരുടെ ജ്ഞാനം അവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വേണ്ടാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കും. ഒന്നാമതായിട്ട് പറയുകയാണ്, അവരുടെ ഉള്ളിൽ എന്തുണ്ട്? കയ്പും ഈർഷ്യയും. ഉള്ളിൽ എന്താണ്? കയ്പും ഈർഷ്യയും. ജ്ഞാനി എന്ന് പറയുന്നു, വിവേകി എന്ന് പ്രശംസിക്കുന്നു, പക്ഷെ ഉള്ളിൽ എന്തുണ്ട്? കയ്പുമുണ്ട്, ഈർഷ്യയുമുണ്ട്. ബിറ്റർ, അസൂയ. അവർ തങ്ങളുടെ സ്വന്തം ജ്ഞാനത്തെപ്പറ്റി പ്രശംസിക്കുന്നുണ്ട്, നേടിയെടുത്തായിരിക്കുന്ന അറിവിനെപ്പറ്റി പ്രശംസിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തിന് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് പറ്റുന്നു. ഈ വാക്കിന്, ഈ അസൂയ അല്ലെങ്കിൽ കയ്പ്, ഈർഷ്യ എന്ന വാക്കിന് പലവിധ അർത്ഥങ്ങൾ നമുക്ക് നൽകാൻ പറ്റും. അതായത് അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന, വായിൽ നിന്നും വിചാരിക്കുന്ന വാക്കുകൾ കൂർത്തുമൂർത്ത ആയുധങ്ങൾ പോലെയാണ്, മുറിവെക്കുന്ന ആയുധങ്ങൾ പോലെയാണ്. മൂർച്ചയേറിയായിരിക്കുന്ന വാക്കുകൾ, മുള്ളു നിറഞ്ഞായിരിക്കുന്ന വാക്കുകൾ, രൂക്ഷമായിട്ടുള്ള പെരുമാറ്റം, വിമർശനാത്മകമായിട്ടുള്ള രീതികൾ, വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, പ്രകോപനമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ, മുറിവേൽപ്പിക്കുന്നതായിരിക്കുന്ന സ്വഭാവം, മാത്രമല്ല യാതൊരു അനുകമ്പയുമില്ലാത്തായിരിക്കുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല അർത്ഥങ്ങളാണ് ഒന്നാമത്തെ വാക്കിൻ്റെ കയ്പ് നിറഞ്ഞ ഈർഷ്യ ഉള്ളവർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവർ അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക. ഇവർ ലോകത്ത് ഒരു സംഭാവനയും നൽകുന്നില്ല. അവരെക്കൊണ്ട് യാതൊരു പ്രയോജനവും ആർക്കും ഉണ്ടാകുന്നില്ല. മറ്റുള്ളവർക്ക് പ്രയാസമല്ലാതെ ഒരു ഉപകാരവും ഇവരെ കൊണ്ട് ആർക്കും ഉണ്ടാകും. കാരണം ഉള്ളിൽ നിറച്ചെന്താണ്? കയ്പും ഈർഷ്യയും അല്ലെങ്കിൽ അസൂയയും കൊണ്ട് നിറഞ്ഞിരിക്കുക. അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക. അങ്ങനെയുള്ളവർക്ക് ഒന്നും ലോകത്ത് സമ്പാദിക്കാൻ പറ്റുകയില്ല.
രണ്ടാമതായിട്ട് പറയുകയാണ് അവർ ശാഠ്യമുള്ളവർ. അങ്ങനെയുള്ളവരാരാണ്? അവർ ശാഠ്യമുള്ളവർ. ആ വാക്കിൻ്റെ അർത്ഥം കലഹക്കാർ, വഴക്കുണ്ടാക്കുന്നവർ, തർക്കശീലമുള്ളവർ, മത്സര സ്വഭാവമുള്ളവർ, പോരാട്ട വീര്യമുള്ളവർ, ഏത് വിധേനയും കടന്ന് ആക്രമിക്കുന്ന മനസ്സുള്ളവർ, സ്വാർത്ഥ സ്വഭാവമുള്ളവർ, ബുദ്ധിശൂന്യമായ പെരുമാറ്റങ്ങൾ, അനുചിതമായ ഫലിതങ്ങൾ, അപ്പോൾ തന്നെ അശ്ലീല ചുവയുള്ള ആലിക്കുന്ന വാക്കുകൾ, ഇങ്ങനെയുള്ള ആലിക്കുന്ന ചില സ്വഭാവ വിശേഷതകൾ ഈ കൂട്ടർക്കുണ്ട്. അവർ ശാഠ്യ സ്വഭാവമുള്ളവരാണ്. ഈ രണ്ട് സ്വഭാവ രീതികളെപ്പറ്റി യാക്കോബ് പറയുകയാണ്. ഇവരുടെ ജ്ഞാനം എന്ന് പറയുന്നത് ഫോഴ്സ് വിസ്റ്റമാണ്. ജഡത്തിൽ നിന്നുള്ളായിരിക്കുന്ന ജ്ഞാനം. ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ സ്വഭാവ പ്രത്യേകത, അവർ അരഗൻ്റ് ആയിരിക്കും. അതായത് ധാർഷ്ട്യവും ധിക്കാരവും ഗർവവും അഹങ്കാരവും ഉള്ളവരായിത്തീരും ഇങ്ങനെയുള്ള ആൾക്കാർ. ഇവരോട് യാക്കോബിന് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള സ്വഭാവ രീതികളോട് യാക്കോബ് പറയാനുള്ളത്, നിങ്ങൾ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക്ക് പറയുകയും ചെയ്യരുത്. സത്യം അറിയാം, നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയാം, വചനം അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും, സത്യം അറിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നു? അതിന് വിരോധമായിട്ട് പ്രവർത്തിക്കും. സത്യം അറിയാം. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു സാറ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, കള്ളം അശേഷം പറയരുത്, എന്നാൽ എല്ലാ സത്യവും പറയുമെന്ന്. കള്ളം അശേഷം പറയാൻ പാടില്ല, എല്ലാ സത്യവും പറയുകയും ചെയ്യരുത്. ഇത് നടക്കുമോ? പ്രയാസമാണ് അല്ലേ? ഇപ്പം പ്രയാസമാണ്. അതായത് യാക്കോബ് പറഞ്ഞു വരുന്നത്, നിങ്ങൾ സത്യമല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കും. സംഭാഷണങ്ങളിലെല്ലാം ദൈവത്തിന് വിരോധമായിട്ടുള്ള സംഭാഷണ രീതികളാണ്. അപ്പോൾ ദൈവത്തിന് മഹത്വം അവിടെ ലഭിക്കുന്നില്ല. സത്യം എന്താണെന്ന് അറിയാം, പക്ഷെ കള്ളമാണ് പറയുന്നത്. യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അറിയാം, സംഭവിച്ചെന്താണെന്നറിയാം, ഉപദേശം അറിയാം, പക്ഷെ അതിനെ മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവൻ കള്ളം പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അത് തെറ്റാണെന്ന്, പക്ഷെങ്കിൽ പറയുമ്പോൾ അങ്ങനെ പറയുന്നില്ല. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരഞ്ഞുകൂടാ. പണ്ട് കേട്ടൊരു കഥയാണ്. അതായത് പ്രാചീന കാലത്ത്, നമ്മുടെ ഒരുപാട് കാലങ്ങൾക്കപ്പുറത്ത് കേരളത്തിലൊക്കെ ഒരു നിയമം ഉണ്ടായിരുന്നു അത്രേ. അത് കഥയാണ്, നടന്ന സംഭവമൊന്നുമല്ല. ഒരു നിയമം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും കളഞ്ഞു കിട്ടിയാൽ ആ സാധനം എന്താണ് എന്നുള്ളത് മലമുകളിൽ കയറി വിളിച്ച് പറയണം. ആ ഗ്രാമവാസികളെല്ലാവരും കേൾക്കണം. അവർ കേട്ടിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. 3 ദിവസം വരെ വന്നില്ലെങ്കിൽ അവനത് എടുക്കും. 3 ദിവസം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാവരും എന്തെങ്കിലും വഴി കളഞ്ഞു കിട്ടിയാൽ അവർ വിളിച്ച് മലമുകളിൽ ചെന്ന് വിളിച്ച് പറയും. ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം രാവിലെ ഒരു പശു കയറ് കെട്ടഴിഞ്ഞ് വീട്ടിന് മുറ്റത്ത് വന്നു. ഇവനതിനെ പിടിച്ച് കെട്ടി. നിയമം അനുസരിച്ച് എന്ത് ചെയ്യണം? മലമുകളിൽ കയറി അതിനെ വിളിച്ച് പറയാം. അവൻ മലയുടെ മുകളിൽ കയറിയിട്ട് ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്, എനിക്കൊരു കയറ് കിട്ടിയേ. അറ്റത്തൊരു പശു. മനസ്സിലാകും? സത്യം പറഞ്ഞോ? സത്യം പറഞ്ഞോ? പറഞ്ഞു. നിയമം പാലിച്ചോ? പാലിച്ചു. പക്ഷെങ്കിൽ പറയേണ്ട രീതിയിൽ പറഞ്ഞില്ല. അറിയാമായിരുന്നു, സത്യം എന്താണെന്ന് അറിയാം, യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം. പക്ഷെങ്കിൽ ചിലതിനെ അങ്ങ് ഒളിച്ചു വെച്ചു, മറച്ചു വെച്ചു. ഇങ്ങനെ ആൾക്കാർ ഉണ്ട്. ഉപദേശത്തെപ്പറ്റി നന്നായിട്ട് അറിയാം, ബൈബിളിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാം, പ്രമാണം നന്നായിട്ടറിയാം, അറിവില്ലായ്മ കൊണ്ടല്ല. പക്ഷെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് പുതിയ പുതിയ ഫിലോസഫി, പുതിയ പുതിയ രീതികൾ, പുതിയ ആവിഷ്കാരങ്ങൾ, പുതിയ ആരാധനാ രീതികൾ, ഉപദേശങ്ങളെല്ലാം കാറ്റിപ്പറത്തി. ഇതെല്ലാം അറിയാം. ബാല്യകാലം മുതലേ ഉപദേശങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിതാക്കന്മാർ
പാലിച്ചെന്നൊരു പ്രമാണങ്ങളെ അറിയാം. പക്ഷെങ്കിൽ പിതാക്കന്മാരിട്ട് ആയിരിക്കുന്ന അതിർ വരുമ്പോഴെല്ലാം പിഴുത് എറിഞ്ഞിട്ട് പുതിയ സംവിധാനങ്ങളിലോട്ട് പോവുക. ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം എന്താണെന്ന് നന്നായിട്ടറിയാം. പക്ഷേ അത് അനുസരിക്കുവാനായിട്ട് പറയുവാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. അവർക്ക് വേണ്ടത് എൻ്റർടൈൻമെൻറ്റാണ്, ആഘോഷങ്ങളാണ്, ഉല്ലാസങ്ങളാണ്, അതിൽ സംതൃപ്തരാണ്. ഉപദേശങ്ങളൊന്നും അവർക്ക് വിഷയമല്ല. പക്ഷേ ഇത്തരം ഗ്രൂപ്പുകൾ ഇന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവമക്കളായിരിക്കുന്നവർ നാം വളരെ ജാഗരൂകരായിരിക്കേണ്ട ആവശ്യമാണ്. നമുക്ക് വെറൈറ്റി ആവശ്യമാണ്, നമുക്ക് പുതുമ ആവശ്യമാണ്, മാറ്റങ്ങൾ ആവശ്യമാണ്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു, അതൊക്കെ ആവശ്യമാണ്. ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്, വിദ്യാഭ്യാസ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു, സിസ്റ്റമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അപ്ഡേറ്റേഷൻ ആവശ്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വചനത്തിനും ഉപദേശത്തിനും നിരക്കാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരിക്കലും അതിനെ അംഗീകരിക്കാനായിട്ട് സാധ്യമല്ല. ഇപ്പോൾ കടന്നു വരുന്ന ഓരോ സംവിധാനങ്ങളും പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ, വചനത്തിന് വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ, വേദശാസ്ത്രത്തിന് നിരക്കാത്താണെങ്കിൽ നമുക്കതിനെ ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധ്യമല്ല. യാക്കോബ് പറയുന്നു, ഇങ്ങനെയുള്ള ആയിരിക്കുന്ന ഒന്നും തന്നെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അല്ല. ഇതിനെ ഫോൾസ് വിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതിന് യാക്കോബ് പറയുന്നത്, ഈ വിസ്റ്റം, ഈ ജ്ഞാനത്തെ യാക്കോബ് വിളിക്കുന്നത് ഭൗമികവും പ്രാകൃതവും പൈശാചികവും. എത്രയോ കഠിന വാക്കാണ് യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളായിരിക്കുന്ന രീതികൾ, ഈർഷ്യ, ശാഠ്യം, ഭിന്നത, കയ്പ്, ക്രോധം, ഇതൊക്കെ ഉള്ളിൽ സൂക്ഷിച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ യാക്കോബ് അവരെ അന്നേ വിളിക്കുന്നത് ഇത് ഭൗമികമാണ്, ഇത് പ്രാകൃതമാണ്, ഇത് പൈശാചികമാണ്. സ്ട്രോങ് വാക്കാണ് യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സ്വർഗത്തിൽ നിന്നല്ല, ഇത് ഭൂമിയിൽ നിന്നുള്ളതാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല, ഇത് പൈശാചികമായിട്ടുള്ള പ്രവൃത്തികളാണ്. ഫോൾസ് വിസ്റ്റത്തിൻ്റെ പ്രത്യേകത അത് ഭൗമികവും പ്രാകൃതവും പൈശാചികവുമാണ്. ഇവരിൽ നിറഞ്ഞിരിക്കുന്ന ഈർഷ്യ, ഫോഷ്ക്, ദുഷ്ടത ഇവ നിറയ്ക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? കലഹവും സകല ദുഷ്പ്രവൃത്തികളും ഇവരുടെ നടക്കും. ഏത് ദുഷ്പ്രവൃത്തിക്കും കൂട്ടുനിൽക്കും. എന്ത് കാണിച്ചാലും ശരി എന്നുള്ളതായിരിക്കും ചിന്താതി പോവുകയാണ്. അത് ഫലമായിട്ട് ഡിസോർഡറാണ് സഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത്തരം സ്വഭാവമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പറയുന്നു, ഞാൻ വിശ്വാസിയാണ് പറയുന്നു, സ്വഭാവ രീതിയിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വരയ്ക്ക് രക്ഷ സംശയകരമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലൗകികമായ ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനം ദൈവത്തിലേക്ക് എത്താതെ ലൗകിക ചിന്തയിൽ മാത്രം മുഴുകി പോവുകയാണ്. എന്തിനാണ് ദൈവം നമുക്ക് ജ്ഞാനവും വിവേകവും തന്നിരിക്കുന്നത്? നമ്മൾ സംഗീതത്തിൽ വായിക്കുന്നുണ്ട്, സംഗീതത്തിലാണ് എൻ്റെ ഓർമ്മ, പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെയും നോക്കും. ആരാണ് ബുദ്ധിമാൻ? ആരാണ് ബുദ്ധിമാൻ? ദൈവത്തെ അന്വേഷിക്കുന്ന ആരാണോ അവനാണ് ബുദ്ധിമാൻ, അവനാണ് ഞാൻ. അപ്പോൾ ദൈവം നമുക്ക് പ്രവൃത്തിയ തന്നിരിക്കുന്ന ഈ ജ്ഞാനവും വിവേകവും എല്ലാം തന്നെ അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ച് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുഃഖകരമാണ്. അവരെ വിളിക്കുന്ന പേരാണ് ഇത് പൈശാചികമാണ്, അത് ദൈവികമല്ല എന്ന് വിളിക്കുകയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ദാനങ്ങൾ, ഈ കൃപകൾ, ഒരുപാട് കഴിവ്, പ്രാപ്തി, ജ്ഞാനം, കൃപാവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ദൈവസഭയുടെ കെട്ടുറപ്പിന് വേണ്ടി, ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി നാം ഉപയോഗിക്കേണ്ട ആവശ്യമാണ്. എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് നാം ജീവിക്കേണ്ടത് എന്നാണ് യാക്കോബ് പറഞ്ഞു വരുന്നത്. ഈ ഒന്നാം വാക്യം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു വരുന്ന ഉദ്ദേശം, വിശ്വാസികൾ വളരെ പക്വതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി തങ്ങളുടെ ജീവിതത്തെ നയിക്കണം എന്ന് പറയുകയാണ്. ഇനി 17 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആണ് ട്രൂ വിസ്റ്റം, യഥാർത്ഥ വിശ്വാസത്തെപ്പറ്റി പറയുകയാണ്. ട്രൂ വിസ്റ്റം അത് ദൈവീയ ജ്ഞാനത്തെപ്പറ്റി പറയുന്ന വാക്യമാണ്. അവിടെ നമുക്കൊന്നുകൂടെ വായിക്കാം. 17 വാക്യം. ഉയരത്തിൽ നിന്നുള്ള
നിന്നുള്ള ജ്ഞാനമോ ഉയരത്തിൽ നിന്നുള്ളായിരിക്കുന്ന ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനം, ശാന്തത, അനുസരണം, കരുണ, സൽഫലം, ഇവിടെ ഉയരത്തിൽ ഉള്ളായിരിക്കുന്ന ജ്ഞാനത്തെ പറ്റി യാക്കോബ് പറയുമ്പോൾ ഇവിടെ 8 കാര്യങ്ങൾ യാക്കോബ് പറയുന്നുണ്ട്. 8 കാര്യങ്ങൾ. അതായത് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ജീവിതത്തെ പറ്റിയാണ് യാക്കോബ് പറഞ്ഞു വരുന്നത്. അവൻ ദൈവത്തോട് ചേർന്ന് ദൈവീയ ജ്ഞാനം പ്രാപിച്ചവനാണ്. അവൻ്റെ പ്രത്യേകത 8 കാര്യങ്ങളെപ്പറ്റി പറയുകയാണ്. അതായത് ഒരുവൻ ആത്മീയനാണോ, അവനിൽ ദൈവികമാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ മാത്രമേ. 1, അവൻ നിർമ്മലമായിരിക്കും, പ്യുവർ. അവനിൽ കയ്പ്, അസൂയ, സ്വാർത്ഥത, പിണക്കം ഇതൊന്നുമില്ലാത്ത ശാന്ത സ്വഭാവം ആയിരിക്കും. ഒരു ദിവസം കൊണ്ടൊന്നും സമ്പാദിക്കാവുന്ന അനുഭവമല്ലത്. ഒരുപാട് കഠിനാധ്വാനം, പരിശ്രമം ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു നിർമ്മലമായിട്ടുള്ള സ്വഭാവം നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇന്നലെ രക്ഷിക്കപ്പെട്ടു, നാളെ മുതൽ അങ്ങനെ സാധിക്കുന്ന വിഷയമല്ല. ഒരുപാട് തീവ്രമായിട്ടുള്ള കഠിനാധ്വാനത്തിന് ഫലമായിട്ട് മാത്രമേ ഈ ഒരു പ്യൂരിറ്റിയിലേക്ക്, നിർമ്മലതയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുള്ളൂ. 2ാമത് പറയാണ്, അവർ എങ്ങനെയുള്ളവരാണ്? സമാധാനമുള്ളവരാണ്, പീസബിളാണ്. അവർ പരസ്പരം സമാധാന ബന്ധം കാത്തു സൂക്ഷിക്കും. അതായത് ശത്രുതാ മനോഭാവമില്ലാത്ത പെരുമാറ്റം. ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന വിഷയമാണ്. വിശ്വാസികൾ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനം പാലിക്കുക എന്ന് വെച്ചാൽ പരസ്പരം എപ്പോഴും നല്ല സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുക. എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, പിണങ്ങുവാൻ സാധ്യത ഒത്തിരിയുണ്ട്. എന്നാൽ അതിനെ മുമ്പ് അറിഞ്ഞുകൊണ്ട്, മുമ്പിൽ കണ്ടുകൊണ്ട് നാം ബുദ്ധിപൂർവ്വം മുമ്പോട്ട് പോകണം. അത് മുമ്പിൽ അപകടമുണ്ട് എന്ന് കണ്ടു വേണം നമ്മൾ കാലിലെടുത്ത് വയ്ക്കാനായിട്ട്. ഞാൻ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചായിരിക്കുന്ന ആൾ പറയുണ്ടായി, വണ്ടി ഓടിക്കുമ്പോൾ ഏത് സമയത്തും കൊച്ചുകുട്ടികളെടുത്ത് ചാടും എന്നുള്ള കണക്കൂട്ട് നിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ചില സമയത്ത് ഒരു പന്ത് റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു, അതിന് തൊട്ട് പുറകെ കുട്ടികളും ഉണ്ടാവുമെന്ന് ചിന്തിച്ചോണം. ചിലപ്പോൾ പട്ടികളെടുത്ത് ചാടും, ചിലപ്പം ആടി ചാടും, പശുക്കൾ ചാടും. ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നീ വാഹനം ഓടിക്കാനായിട്ട്. എത്രമായ സ്പീഡിൽ വേണം നിങ്ങൾക്ക് ഓടിച്ചോ, പക്ഷെങ്കിൽ തൊട്ട് മുമ്പിൽ അപകടം കൂടി ഉണ്ടായിരിക്കും എന്ന് ഓർത്തോണം. നിന്റെ തൊട്ട് മുമ്പിൽ ബസ് നിർത്തിയിരിക്കുന്നു, അതിൻ്റെ പുറകെ കൂടെ ആൾ കുറുക്കി ആടും എന്ന കണക്കൂട്ടിൽ വേണം ഓടിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും. ഞാൻ എന്നെയും എൻ്റെ വാഹനത്തെയും സൂക്ഷിച്ചാൽ ഒരു പരിധി വരെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷവായ്പാനായിട്ട് കഴിയും. ബാക്കി മറ്റുള്ളവർക്കും അപകടം ഉണ്ടാക്കാതെ നിന്നെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. എത്ര അർത്ഥവത്തായിട്ടുള്ള വിഷയമാണത്. ഇവിടെ യാക്കോബ് പറയുന്ന എങ്ങനെയാണ്? നിങ്ങൾ സമാധാന പ്രിയര് ആയിരിക്കും. ഉയരത്തുമായിരിക്കുന്ന ജ്ഞാനം ഒരു ദൈവ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ എന്നും സമാധാനം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. നമ്മുടെ സ്വഭാവബന്ധത്തിൽ പരസ്പരം സഹോദരങ്ങൾ തമ്മിൽ വളരെ ശാന്തതയുള്ള സമാധാനപ്രിയരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. 3ാമതായിട്ട് പറയുകയാണ്, അവർ ജെന്റിലാണ്, അവർ ശാന്തതയുള്ളവരാണ്. അതിൻ്റെ അർത്ഥം സഹിഷ്ണുതയുള്ളവരാണ്. ക്ഷമിക്കുക, എന്ത് വന്നാലും ക്ഷമിക്കുക. ഭാരമേറിയ വിഷയങ്ങളുണ്ട്, മുറിവെക്കുന്ന വിഷയമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അത് സഹിഷ്ണുതയോടുകൂടി പെരുമാറുക വലിയ ബുദ്ധിമുട്ടായിരിക്കുന്ന വിഷയമാണ്. ഹൃദ്യമായിട്ട് പെരുമാറുക. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചിലപ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ പട്ടികളെ വളർത്താറുണ്ട്. വലിയ പട്ടികളും കാണും, കുഞ്ഞു പട്ടികളും കാണും. ഈ കുഞ്ഞു പട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ പട്ടി എപ്പോഴും ചെന്ന് കടിക്കും. അത് കളിച്ച് കടിക്കുന്നതാണ്. പക്ഷെ കുഞ്ഞു പട്ടിയുടെ പല്ല് ഭയങ്കര ഷാർപ്പാണ്. ഇത് കടിക്കുമ്പോൾ ഈ വലുതിന് നോവുന്നുണ്ട്. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നു? വലിയ പട്ടി കുഞ്ഞല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ദ്രവിക്കത്തില്ല, ശാന്തതയോടെ കിടക്കും.
നല്ലപോലെ നോവുന്നുണ്ട്, കാരണം സൂചി പോലുള്ള പല്ല ശരിക്കും നോവുന്നുണ്ട്, പക്ഷെ അത് ശാന്തതയോടെ കിടക്കുക. എന്നാൽ ചില ഘട്ടങ്ങളിൽ എന്ത് ചെയ്തറിയാമോ, പരിധി കടന്നു പോകുന്നു എന്നറിയുമ്പോൾ ഇത് ഒരു കടിയാൻ കഴിയും, പിന്നെ സുഖമായിട്ട് തന്നെ കിട്ടും. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ശാന്തത വളരെ പാലിക്കേണ്ട ആവശ്യമാണ്. സഹിഷ്ണുതയോടുകൂടി എന്നുവെച്ചാൽ അത് എന്തിനെ സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ പാലിക്കേണ്ട ഒരു മനോഭാവം ഉണ്ടാകണമെന്ന് പറയുകയാണ്. നാലാമതായിട്ട് അനുസരണമുള്ളത്, ഈസി ടു ബി എൻട്രീറ്റഡ് എന്ന, അതായത് സഹകരിക്കാൻ പറ്റിയ ആൾ. എന്നോടും നിങ്ങളോടും മറ്റുള്ളവർ സഹകരിക്കാൻ പറ്റിയതായിരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. എന്നോട് മറ്റുള്ളവർ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാം ആ രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ വളർത്തിയെടുക്കണം. അതായത് അനുസരണമുള്ളവരായി തീരണം, സഹകരിക്കാൻ പറ്റിയ ആളായിരിക്കണം, അടുത്ത് വന്ന് സഹകരിക്കാൻ പറ്റിയ ആളായിരിക്കണം, ഒന്നിച്ച് താമസിക്കുവാൻ, ഒന്നിച്ചിരിക്കുവാൻ, ഒന്നിച്ച് വർത്തമാനം പറയാനും പറ്റിയ ആളായിരിക്കണം, ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കണം, വിശ്വസിക്കാൻ പറ്റിയ വ്യക്തിയായിരിക്കണം. അഞ്ചാമതായിട്ട് പറയുകയാണ്, അവർ കരുണയുള്ള വ്യക്തിയായിരിക്കണം, ഫുൾ ഓഫ് മേഴ്സി, കരുണയുള്ള വ്യക്തിയായിരിക്കണം. മറ്റുള്ളവർക്ക് ആവശ്യഘട്ടങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കുവാനായിട്ട്, അത് ഏത് രീതിയിലായാലും എങ്ങനെ പറ്റുമോ ആ നിലയിൽ അവരെ സഹായിക്കുവാൻ മനസ്സുള്ള വ്യക്തിയായിരിക്കണം. ആരെങ്കിലും നമുക്കൊരു തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ തിരിച്ചൊരു കാരണവശാലും അത് ചെയ്യുവാനായിട്ട് റിറ്റാലിയേറ്റിംഗ്, പ്രതികാര മനോഭാവത്തോടുകൂടി പെരുമാറാനായിട്ട് പാടില്ല. അവൻ കരുണയുള്ള വ്യക്തിയായിരിക്കണം എന്ന് പറയുകയാണ്. ആറാമതായിട്ട് പറയുന്നത് സൽഫലമുള്ള വ്യക്തിയായിരിക്കണം, ഫുൾ ഓഫ് ഗുഡ് ഫ്രൂട്ട്, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിരിക്കണം. അതായത് പൗലോസിൻ്റെ വേദശാസ്ത്ര ചിന്തയിൽ ഇലാത്തിരത്തിൽ പറഞ്ഞത് അത് തന്നെയാണ്, ആത്മാവിൻ്റെ ഫലങ്ങൾ ദിനംതോറും പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിരിക്കണം. അതായത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന, കോപ്പി ചെയ്യാവുന്ന ഒരു ജീവിതം ആയിരിക്കണം. നമ്മളൊരു ശൂന്യത ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ട് എപ്പോഴും പ്രസന്നതയാണ്, എപ്പോഴും സന്തോഷമാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും, ഞാൻ ഉൾപ്പെടെ പലപ്പോഴും ചിരിക്കാൻ പറ്റുന്നില്ല. നമ്മളെ പല വിഷയങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചിരിക്കാൻ കഴിയുള്ളവരെ ഓർത്തിന് ജീവിതത്തിന് സ്തോത്രം ചെയ്യുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന വലിയൊരു സന്തോഷമാണ്, ഒരു സംഭാവനയാണ്. അത് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ അത് ചെയ്യുക. അത് ഫുൾ ഓഫ് ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് എന്നാണ്. ഏഴാമതായിട്ട് പറയുകയാണ്, പക്ഷപാതം കാണിക്കരുത്. അതാണ് യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും വിഭാഗീയമായ ചിന്താഗതി ഉണ്ടാകാനായിട്ട് പാടില്ല, ഒരു പക്ഷപാതപരമായിട്ട് പെരുമാറ്റം പാടില്ല. എട്ടാമതായിട്ട് പറയുകയാണ്, കാപട്യമില്ലാത്ത വ്യക്തിയായിരിക്കണം. അതായത് ഈ ഒളിച്ചുകളി ഉണ്ടല്ലോ, സത്യം പറയത്തില്ല, ഒളിച്ചുകളി, മറച്ചു വെക്കുക, മൂടി വെക്കുക, അത് പാടില്ല. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, നമ്മുടെ ജീവിതം ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന നല്ലൊരു ജീവിതം, ഒന്നും അതെ പറയേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് തീരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 8 കാര്യങ്ങൾ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ, ദൈവീയ ജ്ഞാനം പ്രാപിച്ചവരാണെന്നുണ്ടെങ്കിൽ, ദൈവമക്കളായിട്ട് ജീവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളിൽ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഒന്നാമത് എന്താണ്? നിങ്ങൾ നിർമ്മലരായിരിക്കണം, നിർമ്മതയുള്ളവരായിരിക്കണം. 2 സമാധാനപ്രിയരായിരിക്കണം. 3 ശാന്തതയുള്ളവരായിരിക്കണം. 4 അനുസരണമുള്ളവരായിരിക്കണം. 5 കരുണയുള്ള വ്യക്തിയായിരിക്കണം. 6 സൽഫലമുള്ള വ്യക്തിയായിരിക്കണം. 7 പക്ഷപാതം കാണിക്കാത്ത വ്യക്തിയായിരിക്കണം. 8 കാപട്യമില്ലാത്ത വ്യക്തിയായിരിക്കണം. ഇങ്ങനെ യാക്കോബ് പറയാണ്, ഇവരാണ് ട്രൂ വിസ്ഡം, യഥാർത്ഥമായ ദൈവീയ ജ്ഞാനം ഉള്ളവർ. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് യാക്കോബ് നടത്തിയിരിക്കുന്നത്. 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ചിന്തനീയമായിരിക്കുന്ന ഒരു വാക്കാണ് യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കർത്താവിന് മഹത്വം ഉണ്ടാക്കും.
സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യണം. ഇവിടെ അവസാനമായിട്ട് യാക്കോബ് കൺക്ലൂഡ് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത്, ആത്മീയ ജീവിതത്തെ വിതയ്ക്കുന്നതിനോടും കൊയ്യുന്നതിനോടും താരതമ്യം ചെയ്യും. എങ്ങനെയാണ് ഒരാൾ വിതയ്ക്കുന്നത്, എങ്ങനെയാണത് കൊയ്യുന്നത് എന്ന് യാക്കോബ് പറയുകയാണ്. അപ്പോൾ ഈ വാക്യത്തിൽ 3 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1, വിതയ്ക്കുന്ന ഒരാൾ. 2, നല്ല കാലാവസ്ഥ ആവശ്യമാണ്. 3, നല്ല കൊയ്ത്തും ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് അതിൻ്റെ പ്രധാന ഘടകങ്ങൾ. വിതയ്ക്കുന്ന ആൾ എന്ന് പറയുന്നത് ആരെപ്പറ്റി യാക്കോബ് പറഞ്ഞു വരുന്നത്? ബുദ്ധിമാൻ. അവൻ ബുദ്ധിമാനായിരിക്കണം. അവൻ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കണം. ഒരു മനുഷ്യൻ, വിശ്വാസി, അവൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും വിതയ്ക്കുന്നുണ്ടെങ്കിൽ അവൻ ബുദ്ധിയുള്ളവനായിരിക്കണം, അവൻ സമാധാനപ്രിയനായിരിക്കണം. 2, അവൻ നല്ലൊരു കാലാവസ്ഥ, അനുകൂലമായ കാലാവസ്ഥ ലഭിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അവൻ്റെ ഉള്ളിൽ സമാധാനം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് സമാധാനം, ബന്ധം കാത്തു സൂക്ഷിക്കുക, അത് നല്ല കാലാവസ്ഥയാണ്. 3 പറയുന്നത് നല്ല വിത്ത്, നല്ല വിള അവൻ ലഭിക്കേണ്ടിയിരിക്കുന്നു. അതാണ് യാക്കോബ് പറയുന്നത്, നീതി എന്ന ഫലം അവൻ. അപ്പോൾ ഇതിനകത്തുനിന്ന് 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1, അവൻ സമാധാനപ്രിയനായിരിക്കണം, അല്ലെ ബുദ്ധിമാനായിരിക്കണം, ഉള്ളിൽ സമാധാനം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം, നീതിയുടെ ഫലങ്ങൾ കൊയ്യുന്ന വ്യക്തിയായിരിക്കണം. ഒരു ദൈവവിശ്വാസി, ദൈവഭക്തൻ സകലരോടും എല്ലാവരോടും സമാധാനം പാലിക്കുവാൻ കടപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ പിണക്കമില്ലാതെ, ശത്രുതാ മനോഭാവമില്ലാതെ, പക്ഷപാതപരമായ പെരുമാറ്റമില്ലാതെ എല്ലാവരെയും തുല്യമായി കാണുന്ന, സ്നേഹിക്കുന്ന, അവരോട് സഹകരിക്കുന്ന ഒരു മനോഭാവമുള്ളവരായിരിക്കണം. ഇവിടെ വിതയ്ക്കുന്ന വിത്ത് എന്താണ്? ഇവിടെ വിതയ്ക്കുന്ന വിത്ത് എന്ന് പറയുന്നത് ദൈവീയ ജ്ഞാനം, ദൈവം കൊടുത്തിരിക്കുന്ന ആ കൃപ, ദൈവീയ ജ്ഞാനം. അതവൻ വിതയ്ക്കുന്നു, അതിൽ നിന്ന് എന്തവൻ കൊയ്യുന്നു? നീതിയുടെ ഫലം കൊയ്യുന്നു. അപ്പോൾ നീതിയുടെ ഫലം കൊയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന ജ്ഞാനത്തെ അവന് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ മതിയാവുള്ളൂ. ദൈവം കൊടുത്ത കൃപ, വരങ്ങളെ ഉപയോഗിക്കണം. ആ കൃപയിൽ നിൽക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? നീതിയുടെ ഫലം. ഇവിടെ 3 കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക. 1, ദൈവിക ജ്ഞാനം. 2, സമാധാനം. 3, യഥാർത്ഥ നീതി. ഇത് 3 ഒരുപോലെ ചേർന്ന് ബന്ധപ്പെട്ട് കിടക്കുക. അപ്പോൾ ക്രിസ്തീയ ജീവിതം വിതയും കൊയ്ത്തും പോലെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് എൻ്റെ ജീവിതം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത്, എൻ്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത്. ഞാൻ ഇന്ന് വിതയ്ക്കുന്നതാണ് നാളെ ഞാൻ കൊയ്യുവാൻ പോകുന്നത്. 3, ദൈവീയ ജ്ഞാനത്തിൽ വിതച്ചാൽ ഞാൻ നാളെ എന്ത് കൊയ്യുന്നു? നീതിയും സമാധാനവും. അപ്പോൾ ദൈവം എനിക്ക് ജ്ഞാനവും പരിജ്ഞാനവും നൽകിയിട്ടുണ്ട്. ആ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിതയ്ക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നാളെ ഞാൻ വിതയ്ക്കാൻ പോകുന്ന എന്താണ്? നീതിയും. നാളെ കൊയ്യുവാൻ പോകുന്ന എന്താണ്? ഞാൻ നീതിയും സമാധാനവും എൻ്റെ ജീവിതത്തിൽ കൊയ്യുവാനിടയായിത്തീരും. നാം വിതയ്ക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ 4 തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സോവിങ്ങിനകത്ത്, വിതയ്ക്കുന്നതിനകത്ത് 4 തത്വങ്ങളുണ്ട്. ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് ഇഫ് യു സോ യു റീപ്പ്. അതായത് വിതച്ചാൽ നീ കൊയ്തിരിക്കും, വിതച്ചാൽ കൊയ്തിരിക്കും. 2, വാട്ട് യു സോ യു റീപ്പ് ദ സെയിം. നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. കപ്പ നടുകയാണെന്നുണ്ടെങ്കിൽ കപ്പ മാത്രമേ നമുക്ക് പറിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ മൂട്ടിൽ വേറൊന്നും നമുക്ക് പറിക്കാൻ പറ്റത്തില്ല.
വാട്ട് യു സോ യു റീപ് ദ സെയിം. മൂന്നാമത്, വെൻ യു സോ ഇറ്റ് ടേക്സ് ടൈം. വിതച്ചു കഴിഞ്ഞാൽ കൊയ്യുവാൻ എന്ത് ചെയ്യും? സമയമെടുക്കും. നാലാമത്തെ, വെൻ യു സോ യു റീപ് മോർ ദാൻ യു സോ. വിതച്ചു കഴിഞ്ഞാൽ വിതച്ചതിനെക്കാട്ടിൽ ഇരട്ടിയായിട്ട്. ഈ 4 പ്രിൻസിപ്പിൾ നാം ഓർത്തിരിക്കണം. വിതച്ചാൽ നാം കൊയ്തിരിക്കും, തീർച്ചയാണ്. വിതയ്ക്കുന്നത് അത് തന്നെ നാം കൊയ്യും. വിതച്ചാൽ സമയമെടുത്താലും അത് കൊയ്യും. വിതച്ചാൽ വിതച്ചതിനോടുപരിയായിട്ട് നാം കൊയ്യും. ബൈബിളിലെ ഒരു പ്രമാണം ഇത് തന്നെയാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. യാക്കോബ് പറയുന്നത് തന്നെയാണ്. എന്താണ്? എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം. അപ്പോൾ വിശ്വാസത്തിൽ ഓർത്തിരിക്കണം, നാം എന്താണ് നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കുന്നത് അത് നാം തീർച്ചയായിട്ടും കൊയ്തിരിക്കും. സമയമെടുത്താലും കൊയ്തിരിക്കും, അത് തന്നെ കൊയ്യും, ഇരട്ടിയായും കൊയ്യും, യാതൊരു സംശയമില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന വിഷയം, ഇവിടുത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് തരം വിത്താണ് എൻ്റെ കൈവശം? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഏത് തരത്തിലുള്ള വിത്താണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും കൈ വിത്തുണ്ട്, എല്ലാവരുടെയും വിത്ത് തന്നിട്ടുണ്ട്. ഏത് തരത്തിലുള്ള വിത്താണ് എൻ്റെ കൈവശമുള്ളത്? ഏത് തരം വിത്താണ് ഇന്നലെ ഞാൻ വിതച്ചത്? കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് തരത്തിലുള്ള വിത്താണ് ഞാൻ വിതച്ചത്? നമ്മൊന്ന് ശോധന ചെയ്യാം. നാളെ ഞാൻ വിതയ്ക്കാൻ പോകുന്നത് ഏത് തരം വിത്താണ്? അവരോട് തന്നെ ചോദിക്കുക, നമ്മോട് തന്നെ ചോദിച്ചാൽ മതി. ഇന്നലകളെ വിതച്ചത് എങ്ങനെയായിരുന്നു? അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മെ തന്നെ വിലയിരുത്താം. നാളെ ഞാൻ വിതയ്ക്കാൻ പോകുന്നത് ഏത് തരമായിരിക്കും? അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ വിതയ്ക്കാൻ പോകുന്നത് ഏത് തരം വിത്തുകളായിരിക്കും? എന്നാൽ യാക്കോബ് പറയുന്നത്, പൗലോസ് പറയുന്നത്, വിതച്ചാൽ നീ കൊയ്തിരിക്കും. ഒരു മനുഷ്യൻ പറഞ്ഞത്, എന്നും സങ്കടത്തിൻ്റെ ആയിരിക്കുന്ന വിത്തുകളാണ് വിതയ്ക്കുവാൻ കഴിയുന്നതെങ്കിൽ, എന്നും സങ്കടമേ ഉള്ളൂ, എന്നും കണ്ണുനീര് ഉള്ളുവെങ്കിൽ നീ സംതൃപ്തി കൊയ്യും. സന്തോഷത്തിൻ്റെ ആയിരിക്കുന്ന വിത്തുകളാണ് വിതയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഐശ്വര്യത്തിൻ്റെ ആയിരിക്കുന്ന ഫലം കൊയ്യുവാൻ പറ്റും. സമാധാനമാണ് നാം വിതയ്ക്കുന്നതെങ്കിൽ നീതി കൊയ്യുവാനിടയായിത്തീരും. ഇതിലേത് വിത്താണ് നമ്മുടെ കൈവശം ഇരിക്കുന്നത്? നമുക്ക് ആവശ്യമായിരിക്കുന്നത് നല്ല ഭൂമി ആവശ്യമാണ്, നല്ല കാലാവസ്ഥ ആവശ്യമാണ്, നല്ല വിത്ത് ഒക്കെ ആവശ്യമാണ്. ഞാൻ വിതയ്ക്കാൻ പോകുന്നത് ഏത് തരമായിരിക്കുന്ന വിത്താണ് ചിന്തിക്കുക. ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാനുള്ളത്, യാക്കോബ് പഠിപ്പിക്കുന്നത്, സകലരോടും എന്ത് പുലർത്തണം? സമാധാനം പുലർത്തുന്നുവെങ്കിൽ, നല്ല ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ നാളെ നീതിയുടെ ഫലം കൊയ്യുവാനായിട്ട് ഇടയായി. അപ്പോൾ നമ്മുടെ ഇത്രയും പഠനത്തിൽ നിന്ന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി, ഞാൻ എങ്ങനെയായിരിക്കുന്നു, എൻ്റെ അവസ്ഥ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഏത് നിലവാരത്തിലായിരിക്കുന്നു, എൻ്റെ വശം ഇരിക്കുന്ന വിത്ത് എങ്ങനെയുള്ള വിത്താണ് എന്ന് ചിന്തിച്ച് അത് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച്, പരിജ്ഞാനത്തിനനുസരിച്ച്, ജ്ഞാനത്തിനനുസരിച്ച് അത് കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ, വിതയ്ക്കുന്നുവെങ്കിൽ നാളെ നീതിയുടെ ആയിരിക്കുന്ന ഫലം കൊയ്യുവാൻ ഇടയായിത്തീരും. സംഗീതത്തിൽ വായിക്കുന്നുണ്ട്, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നല്ല വിത്തുകളാണ് വിതയ്ക്കുന്നതെങ്കിൽ സംശയമില്ല, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും.